കന്നിമൂല കയ്യും കെട്ടിക്കാൻ വല്ലോ ചെയ്. എന്തോന്നത് ഇടാ പാപ്പനവിടാ അവിടെ കരിയും കുത്തിരിപ്പുണ്ട്. എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അവിടെ ഇരുന്നു. സഖാവേ വെടിയല്ല റെഡിയല്ലേ? നിങ്ങളുടെ പാർട്ടിക്ക് പിന്നെ അതില്ലാതെ പറ്റില്ലല്ലോ. എന്തോ കേട്ടില്ല. വെടി റെഡിയാന്ന് പറഞ്ഞതാ. പക്ഷെ ഈ കളർ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഈ കളറാ ഇപ്പൊ തരംഗം. പക്ഷെ ഈ പാല പണി കൊണ്ടുവന്ന ഞങ്ങളാ, അത് മറക്കണ്ട. വിളിക്കാത്തടത്ത് വലിഞ്ഞു കയറി വന്നിട്ട് തരംഗമാണ് പോലും. എന്താ മാത്തുക്കുട്ടി ചേട്ടാ ഇത്? മീൻ വാങ്ങിക്കാൻ പോകുന്ന പോലെ യൂണിഫോം ഒന്നും ഇല്ലേ? ഷർട്ട് ഇടാൻ ഈ പാപ്പ സമ്മതിക്കണ്ടേ? അലക്കിയിട്ടിരിക്കുക. ആ അലക്കുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ അദ്ദേഹം വന്ന് അങ്ങ് തകർത്തേക്കണം. പടക്കം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പെരുപ്പിക്കല. ചേട്ടൻ ദയമായി പൊക്കോ, നമുക്ക് അടിപൊളിയാക്കാം. എല്ലാരും അയ്യേ, പെട്ടെന്ന് അയ്യേ. സാറേ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ, ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ല സാറിന് എഞ്ചിനീയർ സാറിനെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല ടോട്ടൽ ആളെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ. അതെനിക്ക് വഴിയാ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങോട്ടുള്ള വഴിയാ. കഷ്ടം. വരുന്നു എന്റെ രാശി. വന്നപ്പോ തന്നെ ഇവിടുത്തെ ആളുകളെയൊക്കെ മനസ്സിലായല്ലോ. ഈ താണ് ഐറ്റങ്ങൾ കഴിഞ്ഞ ദിവസം സാറിന് തരാൻ വേണ്ടി ഇവിടെ ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ വരാതിരുന്നത്. അതെങ്ങനെ? കൃഷ്ണൻ ആലിച്ചിന്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ അത് ശരി. പിന്നെ ഗസ്റ്റ് ഹൗസിലെ താമസമൊക്കെ എങ്ങനെ? ഓക്കെ ആണോ? ഒരു ടെന്റ് മതിയായിരുന്നു. പല പ്രാവശ്യം ഞാൻ സാറിനെ അന്വേഷിച്ചാണ്, പക്ഷെ കുറച്ചാളായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയ്ക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. ഇത് കഴിഞ്ഞാലും പോവാലോ. കറങ്ങി നടന്നു. ഭാഗ്യവാൻ. ഭാഗ്യവാൻ ഞാൻ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇതൊരു നാട്ടുമ്പുറമായതുകൊണ്ട് ഇവിടെ കൈയിട്ട് വാരലുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ഏറ്റെടുത്ത്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓനച്ചനെ പോലുള്ള ചിലരൊക്കെ ഉണ്ട്. അങ്ങനൊരു വേണം, നല്ലൊരു രസമുള്ളൂ. അപ്പം എപ്പം നമ്മൾ തുടങ്ങുന്നു? തുടങ്ങിയേക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് അപ്രോച്ച് റോഡിൻ്റെ പണിയും കൂടി ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു കേസുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞോളാം. നോക്കട്ടോ, നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം അങ്ങനെ നമുക്കൊന്ന് കൂടട്ടെ. പിന്നെ കൂടട്ടെ. ആ ലാലിച്ചെന്ന് പറഞ്ഞ രക്ഷ ഇവിടെ ഉണ്ടോ? എനിക്കൊരു സാധനം വേണ്ടായിരുന്നു. സാധാരണ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചെന്ന് കേൾക്കലാണ് പതിവ്. ലാലിച്ചോ, ലാലിച്ച. ചിന്നപ്പോ ഒരു ചായ തരൂ. ഞാനിപ്പോ ആർട്ട് വർക്കില്ല സാറേ. സാർ എന്നിട്ട് കഴിച്ചു. കലക്കൻ ടീഷർട്ടാണല്ലോ സാറേ. താടിയുള്ള ടീഷർട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സാറേ. വേണോ? വേണമെന്ന് പറഞ്ഞാൽ സാർ തരുമോ? ഞാനത് വാഷ് ചെയ്തിട്ട് നാളെ തരാം. ഞാൻ തന്നെ വാഷ് ചെയ്തോളാം. ഈ വാഷ് ചെയ്ത സമയം കൊണ്ട് സാറിന്റെ മനസ്സ് മാറിയാലോ. സാറേ ചായ എടുത്ത് ഇവിടെ ഉള്ള സ്ഥലത്തോ. നാറ്റം നാറ്റം. ആ നനച്ചെടുക്കാം. നമുക്ക് ജീപ്പ് എടുക്കാറുണ്ടല്ലോ സാറേ. എന്തിന്? ഇതല്ലേ നല്ലത്. കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട്. ലാലിച്ചിന് ബുദ്ധിമുട്ട് എനിക്കാ. സാറിന് ഒരു കുറവും പറ്റുമെന്ന് കൃഷ്ണ സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു വാക്കിന്റെ നിഘണ്ടുവില്ല സാർ. സാറിന് എന്തെങ്കിലും ആവശ്യം ഞാൻ ചിന്നപ്പനോട് ചോദിച്ചാൽ പോരെ. അയാളെ മോളിലെ ടാങ്കിലാരെ നോക്കുന്നുണ്ട്. ഞാൻ അയാളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അവള് ചിരിച്ചു കഴിഞ്ഞു. എന്നിട്ട് തമിഴ് പാട്ടും കേട്ടുകൊണ്ട് വല്ല കരകൗശലപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം.
പാവമാ സാറേ, ഒന്നും പറയണ്ട. എൻ്റെ സുഹൃത്താ. അയാൾക്ക് ശമ്പളം വല്ലതും കൊടുക്കുന്നു? പിന്നെ 10,000 രൂപ കൊടുക്കും. 10,000 രൂപയോ? 5,000 രൂപ ഞാനെടുക്കും. ആ. സാർ അയാൾക്ക് 2,000 രൂപയുടെ ആവശ്യവും. അതുകൊണ്ട് പാവല്ലേ. എന്താ സാറേ ചിരിക്കുന്നത്? ഒന്നുമില്ല. എൻ്റെ ദൈവമേ, 4 പിള്ളേരാ സാറേ. ഈ ശമ്പളം തികയോടോ? എവിടുന്ന് കിമ്പളം മേടിക്കും. എന്നാ ഞാനും എന്തെങ്കിലുമൊക്കെ തരാം. ഓ, സ്നേഹം മതി. അയ്യോ, അത് മാത്രം ചോദിക്കരുത് പ്ലീസ്. എന്തെങ്കിലും പറ്റിയോ സാറേ? ഏയ് ഇല്ലല്ല. കട്ടയാ. ഇതെന്താ സാറേ? അത് ഞാൻ വാങ്ങിയതാ, മാളൂന്. അതാരാ? മോളാണ്. ചുള്ളനായിട്ടുണ്ടല്ലോ. എടാ ഇൻഡിക്കേറ്റർ വിട്ടിട്ടുണ്ട്, കാശ് വേണ്ടേ? പിന്നെ അയാളെ നമുക്ക് എന്ത് പ്രയോജനം? അത് വേണം. നീ വേണം. ഇപ്പൊ കിട്ടി. ഐ എം സോറി, ഞാൻ സോറി കോപ്പ്. എന്റെ കയ്യാ പോയി. ഇയാളായില്ല സാറിന്റെ കണ്ണിലെന്താ കുരുവാ? എങ്ങോട്ടാ? ഇൻഡിക്കേറ്റർ പൊട്ടി. താൻ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? കാശ് എടുക്ക് സാറേ. അതിന് നിങ്ങൾക്ക് പറ്റില്ലല്ലോ. 1000 രൂപ 2000 രൂപ സിഗരറ്റ് ഓടിക്കുന്ന ആളല്ലേ? കാശാ സാറേ. ഇപ്പൊ എന്താ കാശില്ലേ സാർ? ആൾക്കാരൊക്കെ വരുന്നുണ്ടേ, നാണക്കേടാണേ. സാർ കാശ് എടുക്ക്. സാറേ എടുക്ക് സാറേ. പോരട്ടെ. കൊടുക്ക് സാറേ. 500 കൂടി പണിയൊക്കെ തീർത്തോക്കണ്ടേ. വെച്ച് ഞാൻ എവിടിക്കൊണ്ടിരിക്കാണ്ട് കൊടുക്ക് സാറേ. 500 ഇട്ടടാ. അപ്പൊ ശരി. സാറോട്ടെ പൈസ ബാ. ഇൻഡിക്കേറ്റർ മാറ്റണ്ടേ? ആദ്യം വണ്ടിയോട് നോക്ക്, എന്നിട്ടല്ലേ ഇൻഡിക്കേറ്റർ. ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വണ്ടിക്ക് എന്തിനാടാ ഇൻഡിക്കേറ്റർ? നമ്മൾ 5 പേരല്ലേ, വീതം വെക്കുമ്പോ എങ്ങനെയാ? ആൾക്കൊന്ന് 500 വീതം. എടാ എനിക്ക് പേടിയാവുന്നടാ. നിന്റെ പേടി മാറും. ഞാൻ അവിടെ ഓട്ടിട്ട് വെച്ചിട്ടുണ്ട്. നോ ടെൻഷൻ. നിങ്ങൾ വാ. എന്താ ഇവിടെ നോക്കി കാണോ? ഇനിയും പോണം. സുഖാ പോൽപ്പിച്ചേക്കണേ. എടാ ശബ്ദം കേൾക്കാൻ പറ്റൂ? ഞാൻ എന്റെ തോളത്ര വലുതായിരുന്നടാ. തോള വലുതാക്കിയ ഞാനാണ്. നിങ്ങളെ തൽക്കാലം പോയി ഈ പുസ്തകം വായിക്കും. എടാ ഒളിഞ്ഞു നോട്ടെന്നൊക്കെ പറയുന്ന ഒരു കലയാണ്. ആ കലയ്ക്ക് പ്രായം എന്നെ പറയാം. സുഖമില്ലല്ലോ. ഞാൻ കണ്ടിട്ടെണ്ണ. നീയും പോക്കോ. അണ്ണ എന്താ അണ്ണ? അശുവാണ് എനിക്ക്. ഇട് അക്കം നീ ഔട്ടട്ടാ. ഇങ്ങോട്ട് താള ചെക്ക. ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോകും. അവനെ വീട്ടിൽ പിടിച്ചാൽ മതിയായിരുന്നു. പോയാ ആ പടമൊന്നും മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ? താൻ അടിക്കുമല്ലോ അല്ലേ? ഓ കഴിക്കൂ സാറേ. ഓ സാറേ, നമ്മളെ ഓനച്ചൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടാ? എവിടെ വിളിക്ക്? ഓനച്ചോ. ഓ വാ. ഓടിച്ചോ. അയ്യോ സാറേ, എന്റെ അടുത്ത് ക്ഷമിക്കണം സാറേ. അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നു. ഓനച്ചാ, ഞാനിവിടെ ഒരു പാലം പണിയാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ എന്ന് വിളിച്ചത്? ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹ ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം. ഇത് നോക്കി കൊതിവിട്ടിരുന്നോ? കൗജിൽ ഉറങ്ങിയില്ലേ?
നോക്കിയിരിക്കുന്നവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ. 90 പോയി. ചിന്നപ്പാ, അതെ, സാറ് വരാൻ ലേറ്റാവും. നമുക്ക് 2 എണ്ണം അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് വെച്ചാലോ? അല്ലെങ്കിലും വെള്ളം ചേർക്കാൻ താൻ പണ്ടേ മിടുക്കനാണല്ലേ. അതെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഒനച്ചാ 4 പിള്ളേരും ടെൻഷനും. താനിതെപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ 4-1 തൻ്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളടുത്ത് നിസ്സംശയം പറയും. താൻ പോയി പറ. സാറ് വന്നു. വെള്ളം ഒഴിച്ചു. വെള്ളം തൊണ്ടക്കുഴി കീറി. വനിത ക്രിസ്മസിലേക്കും പപ്പ വായിച്ചില്ലേ? ഇവിടെയല്ലേ? പിന്നെ 4 ആൾക്ക് ഓരോ കട്ടൻ എടുക്കട്ടെ. കുറച്ചുകൂടെ കട്ടൻ എടുത്താലോ? എടുത്തോളൂ. ഇതും കൂടെ കൂട്ടി, ഇത് 5ാമത്തെ കട്ടന. അയാളുടെ ചിരിയൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്താ സാറേ? ഒന്നുമില്ല. ഇത് അഴുക്ക് ചാലല്ലേ? ഇവിടെ എന്തിനാ സാറേ അഴുക്ക് ചാല്? പിന്നെ എന്തിനാ ചാല്? സാറേ ഇത് പഞ്ചായത്ത് ഉണ്ടാക്കിയ സാറേ. ഇവിടെയൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറും. അങ്ങനെ മഴ പെയ്ത് വെള്ളം കയറുമ്പോ ഇതിങ്ങനെ തടഞ്ഞു നിർത്തിയ ടെൻഷൻ അടിക്കണ്ട സാറേ, ഇത് നമ്മുടെ സ്ഥലമല്ലേ, ഈശ്വര കാര്യം ചെയ്യുന്നുള്ളൂ. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ കാര്യം? എന്താ ബാബാ? ഒന്നുമില്ലടാ, സാറ് ഓടാൻ വന്നതാ. പോടേക്കെ മിണ്ടരുത്, കൊല്ലും ഞാൻ. അവന്റെ മസിൽ കണ്ട. നിന്റെ പ്രായമാണോടാ എനിക്ക്? ഈശോയെ, അവനെന്നെ ഓടെ പിടിച്ച് നോക്കിയേനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു കിളവൻ കുറച്ച് ഞരമ്പാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, എന്ത് വേണം? എനിക്കൊരു മോളുണ്ട്, ഇപ്പൊ 12 വയസ്സായി. നിങ്ങൾക്ക് 12 വയസ്സുള്ള മോളോ? എൻ്റെ കൊച്ചുമോളാണ് ആമിന. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവളെ എഞ്ചിനീയർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ എവിടെ ചേർക്കണം? ഇത് ചോദിക്കാനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണിച്ചത്. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമല്ലേ ചിരിക്കാനുള്ള കഴിവുള്ളൂ, അതുകൊണ്ട് ചിരിച്ചതാ. ആമിന പഠിക്കോ നന്നായിട്ട്? ക്ലാസ്സിൽ ഫസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കൂ. ഇത്രയേ ഉള്ളൂ? അതെ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എനിക്കും അറിയാം. ഗേറ്റ് അടക്കാൻ നേരായി. തന്റെ കട്ടന് വേണ്ട ഒരു കോപ്പും വേണ്ട. കേറിക്കോളൂ. അവർക്ക് വേണോ എന്താ? ഇത്ര ചെറിയ മാറ്റർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡീൽ ചെയ്താൽ പോരെ? അത് ശരിയാവില്ലടോ. ഒന്നുമില്ലല്ലോ, അവൻ്റെ പ്രായമെങ്കിലും ഓർക്കണ്ട. ഞാൻ അവനൊന്ന് കരയിക്കണം, കാല് പിടിപ്പിക്കണം. പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. താൻ വിളിക്കടോ.
എവിടെ എടാ ആ കൃഷ്ണൻ സാർ. ഹലോ സാറേ. ആ ലാലിച്ച എവിടെയുണ്ട്? ആ ഞാൻ വീട്ടില് സാറേ. ആ അവിടെ എന്താ? എൻ്റെ വീട്ടിലാ. ആ ഓക്കെ ലാലിച്ച, സോറി. എന്താ സാറേ വിളിച്ചത്? അതെ ലാലി, നമ്മുടെ ആ ഗപ്പി വളർത്തുന്ന പയ്യനില്ലേ? ആ ആ, ആ സാറേ ഒരു മിനിറ്റ് സാറേ. ഡേയ് ഇങ്ങോട്ട് പോ. സാറേ അവനൊരു മാസം എന്ത് വരുമാനം വരും? അത് സാറേ അത് എൻ്റെ കണക്കിന് ഒരു 12,000 രൂപ കാണും സാറേ. എന്ത് സാറേ? ഓഫീസിൽ നിന്ന് അവന് ജോഡിക്ക് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? 3 രൂപ സാറേ. അതിൽ 1 രൂപ ഞാനങ്ങ് എടുക്കാം. എൻ്റെ ദൈവമേ 4 പിള്ളേരല്ലേ സാറേ. ആ തൻ്റെ വീതം കിട്ടാതൊന്നും പുറത്ത് പോയാലെന്ന് എനിക്കറിയാം. ഓ അങ്ങനെ. ആ അത് ലാലിച്ച, താൻ ആ പയ്യനോട് പറയും ജോഡിക്ക് 50 പൈസ വെച്ച് ഇനി ഓഫീസിൽ നിന്ന് തരാൻ പറ്റത്തുള്ളൂ. എന്ത് സാറേ? അയ്യോ വളരെ കുറഞ്ഞു പോകില്ല സാറേ 50 പൈസ. അതൊന്നും കുഴപ്പമില്ല, താനങ്ങ് പറഞ്ഞാൽ മതി.